നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കെന്ത് എന്ത് പറ്റി? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ ചെന്ന് 101 പ്രദക്ഷിണം വയ്ക്കണം. മനുഷ്യന്റെ നടുപൊടിയാറായി. നിനക്ക് ഈ കോമാളിത്തരത്തിനൊക്കെ കൂട്ടി നിൽക്കാൻ വല്ല വട്ടുമുണ്ടോ? താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ മഞ്ജുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതി. നിനക്കും ഈ കൂടോത്രത്തിലും മന്ത്രവാദത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ? പക്ഷെ എന്തൊക്കെയാ വർക്കാവുന്നേന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭാഗ്യത്തിന് നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ. പക്ഷേ ദിവസം ചെല്ലുന്തോറും പൂജ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ മന്ത്രവാദത്തിന്റെ പുറകെ പോകുന്നത് ആദ്യം നിർത്ത്. അതുകൊണ്ടാ ഭാനുമതി ആന്റിക്ക് മഞ്ജുവിന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറേണ്ടി വന്നത്. മഞ്ജു ആണെങ്കിൽ അത് നന്നായിട്ട് മുതലാക്കി ആ വീട്ടില് നല്ല സ്വാതന്ത്ര്യം എടുക്കുന്നുമുണ്ട്. അവളുടെ ആത്മവിശ്വാസം ഇപ്പൊ വല്ലാതെ കൂടിയിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഗിരിയേട്ടൻ അവസാനം അവളുടെ ഭാഗത്തേ നിൽക്കൂ. നിന്റെ കാലൊടിഞ്ഞ വിഷയത്തില് അവരടിച്ചു പിരിയുമെന്ന് ഞങ്ങക്ക് ശരിക്കും തോന്നിയതാ. പക്ഷെ അവര് എങ്ങനെയും വീണ്ടും ഒന്നായി. ഇപ്പം മഞ്ജുവിനെ ഗിരിയേട്ടൻ കാർ ഓടിക്കാൻ പഠിപ്പിക്കുക. കാർ ഓടിക്കാൻ പഠിപ്പിക്കാണെന്ന് വെറുതെ പറയുന്നത്. ആ പേരും പറഞ്ഞ് ഭാര്യയുടെ കൂടെ കാറിൽ കറങ്ങി നടക്കാലോ. സീറ്റ് ബെൽറ്റ് ഇടാത്ത കേസുണ്ട്. അതെ സാർ.